സാറേ, സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയി, പക്ഷെ BJP-യുടെ കാര്യങ്ങളിൽ നിരന്തരം അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. വല്ല കാര്യമുണ്ടോ? ഇവിടെ BJP-യിൽ അവർ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ടെക്നോക്രാറ്റ് എത്രയോ വലിയൊരു പ്രതീക്ഷയോടുകൂടി അവരൊരു ആളെ വെക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇരുന്ന് പറയുന്നത് പൈസ കൊടുത്താണ് അത് മേടിച്ചിരിക്കുന്നത്, പിന്നെ കോർപ്പറേറ്റ് മുതലാളിയാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് മുതലാളിയാണെങ്കിൽ 15 വർഷം 18 വർഷമായിട്ട് അദ്ദേഹം രാജ്യസഭയിലുണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു, തിരുവനന്തപുരത്ത് മത്സരിച്ചു. അപ്പോഴെല്ലാം സന്ദീപ് വാര്യർ കോർപ്പറേറ്റ് തോന്നിയില്ലേ സന്ദീപ് വാര്യർക്ക്? ദേശീയ സംവിധാനത്തിൽ ഈ പാർട്ടിയിൽ വലിയ നേതാവായിട്ടുണ്ടായിരുന്ന ആളല്ലേ, പുതിയ ആളല്ലല്ലോ. രാവിലെ വന്ന് അദ്ദേഹം വന്ന് ഇങ്ങോട്ട് വന്നതല്ലല്ലോ. 18 വർഷം പുള്ളി രാജ്യസഭ മെമ്പറായിരുന്നില്ലേ, ചെറിയ കാര്യമല്ലല്ലോ. അപ്പം യാതൊരു കാര്യമില്ല, പ്രസക്തിയില്ല. ഞാൻ ആദ്യം സന്ദീപ് വാര്യർ ഇതിൽ നിന്ന് രാജിവെച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ABC തന്നെ പറഞ്ഞായിരുന്നു, ഇത് നമ്മൾ ചർച്ചയായിരുന്നു. ഇയാൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ യാതൊരു ഗതികിട്ട പ്രേതം പോലെ, അനാഥ പ്രേതം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചുമ്മാ വർത്താനം പറയുന്നു. പക്ഷെ കോൺഗ്രസ് വക്താവാക്കിയിട്ടുണ്ട്. എന്ത് വക്താവെന്നേ? ഒരു കാര്യമില്ല. അധികാരമില്ലാത്ത കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള വല്ല കാര്യമുണ്ട്? ചാനലിൽ പോയിരുന്ന അഭിപ്രായം പറയാം, എന്നിട്ട് ഇയാൾ ചാനലിൽ പോയിരുന്ന വല്ലതും പറയുന്നുണ്ടോ? ചാനലിൽ പോയിരുന്നിട്ട് എന്താ പറയുക, കോൺഗ്രസിൻ്റെ വിഷൻ. വക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി? ഒരു പാർട്ടിയുടെ വക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു പാർട്ടിക്കാരനെ തെറി പറയലാണോ? ഈ കോൺഗ്രസിൻ്റെ വിഷൻ പറയണം, കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയണം, കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് പറയണം, ഓരോ വിഷയത്തിലും കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയണം, അതല്ലേ വക്താവ്. അങ്ങനെ ഏത് വിഷയത്തിലാണ് സന്ദീപ് വാര്യർ പോയതിന് ശേഷം ഒരു അഭിപ്രായം പറഞ്ഞ വിഷയം പറഞ്ഞ് ചാനലിൽ ചെന്നിരുന്ന് ഒരു അഭിപ്രായം പറഞ്ഞൊരു വിഷയം പറഞ്ഞേ ചെന്നിരുന്ന് പറയുന്നത് എന്താണ്? മോശം കാര്യങ്ങളല്ലേ. BJP അതുപോലെ അതിപ്പോൾ ആർക്കും പറ്റുമല്ലോ. ഇവിടെ പല ചാനലുകളിലും പല ചേട്ടന്മാരും ചെന്നിരുന്ന് പറഞ്ഞ കേട്ടില്ലേ, യാതൊരു സെൻസും ഇല്ലാതെ സാറ്റലൈറ്റ് ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആളെന്ത് പറയുക, അതിന് ഓപ്പോസിറ്റായിട്ട് വെട്ടി നിരത്തുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ് പോലൊരു മഹത്തായ കോൺഗ്രസ് വക്താവാക്കിയത് തന്നെ ഒരു ലോകാബദ്ധമാണ് കാണിച്ചത്. യാതൊരു പക്വതയില്ലാത്ത ആളല്ലേ. പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും പക്വതയുള്ള ആളാണോ? എന്തെങ്കിലും ദർശനമുള്ള ആളാണോ? കാഴ്ചപ്പാടുള്ള ആളാണോ? വക്താവെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചാനലിൽ പോയിരുന്ന അഭിപ്രായം പറയുന്ന ആളോ? അവർ ചാനലിൽ ലിസ്റ്റ് കൊടുക്കും. ഇപ്പോൾ ചാമക്കാല ജ്യോതിഷ് കുമാർ എന്നൊക്കെ പറയും പോലെ, ജ്യോതിഷ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ പോലെ ജ്യോതിഷ് ചാമക്കാല എന്നൊക്കെ പറയും പോലെ കുറേ പേര് ലിസ്റ്റുണ്ട്. ലിജു, ആ ലിസ്റ്റിൽ പേര് ജ്യോതികുമാർ ചാമക്കാല, ഇങ്ങനെ കുറേ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ പെടുന്ന ആളാണോ? അതാണെങ്കിൽ ഓക്കെ. അല്ലാതെ വക്താവ് എന്നൊക്കെ പറഞ്ഞാൽ, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പാരമ്പര്യമുള്ള പാർട്ടി, അതിനകത്ത് ഇദ്ദേഹത്തിനെ പോലുള്ള ഈ യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത, മോഹൻലാലിൻ്റെ ഭാഷയിൽ പറഞ്ഞ സെൻസിബിലിറ്റി അദ്ദേഹം നേരം വെളുക്കുന്നതും BJP-യിലെ എന്ത് സംഭവിക്കും. കുറച്ച് ദിവസം പറഞ്ഞ് പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട് പിടുത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ കൗൺസിലർമാരെല്ലാം കൊണ്ടുവന്ന് നോക്കി. പാലക്കാട് കൗൺസിലർമാരെല്ലാം കൊണ്ടുപോയി പാലക്കാട് കൗൺസിൽ പന്തളം പിടിക്കുമെന്നായി. പാലക്കാട് കൗൺസിലർമാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് അവിടെ നഗരസഭ അട്ടിമറിക്കുമെന്ന് പറഞ്ഞു. വല്ലതാ നടന്നു? ഒരാളെ കൊണ്ടുപോകാൻ പറ്റിയോ? അയാൾ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനൊന്നുമല്ല. അതേ ആരാണ്? നമ്മുടെ ഇവിടുത്തെ മീഡിയയെ ഹൈപ്പിൽ കയറി വന്ന ആളാണ്. ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ ബ്രിട്ടാസിനെ പോലെ രാജ്യസഭയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. ഇപ്പോൾ സന്ദീപ് വാര്യർ മറ്റൊരുപാട് സ്റ്റേറ്റിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ, കർണാടകത്തിൽ, അവിടെ എവിടെയെങ്കിലും രാജ്യസഭയിൽ അങ്ങ് പോകണം. അല്ലേ, ഇതിനകത്തൊന്നും പുള്ളിക്ക് ഭാവിയൊന്നുമില്ല. എന്താ പറയുന്നത്? പുള്ളി MLA ആവോ? ഇനി MLA ആയ ഒരു പ്രാവശ്യം MLA ആയെന്ന് വിചാരിക്കും, MLA ആയ മന്ത്രിയാവോ? പൊളിറ്റിക്കൽ ഭാവി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ തീരുമാനിക്കുന്നത്? പൊളിറ്റിക്കൽ കരിയർ എന്ന് പറഞ്ഞാൽ ഗ്രാഫാണത്. അതിങ്ങനെ സ്റ്റൈലായിട്ട് കയറി പോകണം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്കൽ ഗ്രാഫ് നോക്കൂ നിങ്ങൾ. ഈവൻ സുരേന്ദ്രൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് നോക്കൂ. സുരേന്ദ്രന് മുമ്പ് ഇതായിരുന്നല്ലോ, എന്തായിരുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, അതിന് മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഗ്രാഫ് നോക്കൂ നിങ്ങൾ. ആ ഗ്രാഫ് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഓൺ ടൈം ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് പിടിച്ച് വക്താവാക്കി, അത് ഉടനെ തന്നെ ഒരു MLA ആക്കി, അല്ലെങ്കിൽ തീരും, അല്ലെങ്കിൽ ഒരു PSC മെമ്പറാക്കി, ഒരു ചെയർമാനാക്കി. ഈ സുരേന്ദ്രൻ ആ ഗ്രാഫില്ലല്ലോ. BJP-യിൽ നിന്ന് കോൺഗ്രസ്, കോൺഗ്രസിൽ നിന്ന് വേറെ അങ്ങോട്ടെങ്കിലും അങ്ങനെയൊക്കെ പോകാം. ആ ഗ്രാഫ് ഇല്ലല്ലോ, സുരേന്ദ്രൻ ഇല്ലല്ലോ. ഞാൻ പറയും മറ്റിടത്ത് ചെന്നാൽ പൊളിറ്റിക്കൽ ഗ്രാഫ് എന്ന് പറയുന്ന എപ്പോഴും ഒരു പക്വതയുള്ള നേതാവ് എന്താ ചെയ്യേണ്ടത്? ഫുട്ബോൾ കളിക്കുമ്പോഴാണ്, ഫോർവേഡ് പോലെ എങ്ങോട്ട് പോകാൻ പഠിക്കണം. പൊളിറ്റിക്സ് അതാണ്. പൊളിറ്റിക്സ് ഒരു ഗെയിമാണ്. നമ്മളുടെ ഈഗോയ്ക്കൊന്നും അവിടെ ഒരു സ്ഥാനമില്ല. വല്ല സ്ഥാനമുണ്ടോ? കോംപ്ലക്സ്, ഈഗോ, ഒരു സ്ഥാനമില്ല അവിടെ. ചാനലുകൾ കാണുമ്പോൾ ബഹളം ഉണ്ടാക്കുക, ഒരു സ്ഥാനമില്ല. മുമ്പോട്ട് പോകുമ്പോൾ ഫോർവേഡ് പോകുമ്പോൾ ബാക്ക്വേഡ് പോകണം. ബാക്ക്വേഡ് പോകുമ്പോൾ എന്തിനാണ് ബാക്ക്വേഡ് പോകണമെന്ന് അറിയാം ഈ കളിക്കാരൻ? എന്തിനാണ് ബാക്ക്വേഡ് പോകണത്? ഊർജ്ജം എടുക്കാനാണ്. ഫുട്ബോളിൽ ഒരാൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ 2 റൗണ്ട് സ്റ്റേഡിയത്തിൽ കിടന്ന് ഓടും. നമുക്ക് തോന്നി അവന് പ്രാന്തുണ്ട്, അടുത്ത ഗോൾ അടിച്ചുകൂടെയത്, ഈ ഊർജ്ജം കൂടെ എടുത്ത് അടുത്ത ഗോൾ അടിച്ചുകൂടെയെന്ന് ചോദിക്കും. അങ്ങനെയല്ല ചെയ്യുന്ന. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ് 2 റൗണ്ട് ഓടും അദ്ദേഹം, ഏത് കളിക്കാരനായാലും.
ബാക്കോട് പോകും, പിന്നെ എവിടെയെങ്കിലും പോയി നിൽക്കും. ഒരു ക്യാച്ച് പിടിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. ക്രിക്കറ്റ് സ്പോർട്സ് നിങ്ങൾ മനസ്സിലാക്കി, ഒരാളൊരു ക്യാച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ പിന്നെ അടുത്ത ക്യാച്ച് പിടിക്കാനല്ല തിന്നിരിക്കുന്നത്. ഒന്ന് റിലാക്സ് ചെയ്ത്, ബോഡി റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്ന് ആളുകളടുത്ത് കളിയൊക്കെ കോക്കറിയൊക്കെ കാണിച്ച് വീണ്ടും ഒരു ഊർജ്ജം എടുക്കും ഒരാൾ ചെയ്യും. ഇത് പൊളിറ്റിക്സിൽ ആവശ്യമുണ്ട്. വല്ലയിടത്തായിരുന്നു ഒരു കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലേ ഇയാൾ ഇറങ്ങിപ്പോയത്. എന്തോന്ന് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഒരു കസേര അവിടെ ചെന്നപ്പോൾ ബേസിക് തുടക്കം അവിടെ നിന്നാണല്ലോ, ഇയാൾക്ക് സ്റ്റേജിൽ കസേര കൊടുത്തില്ല. വല്ല കാര്യമുണ്ടോ? പൊളിറ്റിക്സ് എപ്പോഴും എന്ന് പറയുന്നതാണ് വേറൊരു ഒരു സ്ഥലമാണ്. അതൊന്നും സന്ദീപ് വാര്യർക്കെന്ന് പ്രായോഗിക രാഷ്ട്രീയക്കാരനൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ബഹളം കാണിക്കുന്നു. ഇപ്പം ഇയാളെ കുറേ തെറി പറഞ്ഞതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാളായിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ അങ്ങനെ ആരെങ്കിലും ആണ് പ്രസിഡന്റ് എന്ന് വിചാരിക്കുക, ഇത്രയും ചാനലുകൾ പിറകിടുന്ന് ഇൻ്റർവ്യൂ എടുക്കും. ഇവിടെ സുരേന്ദ്രൻ വന്നിട്ട് എത്ര ചാനൽ ഇൻ്റർവ്യൂ എടുത്തോ? ഇല്ലല്ലോ. ഇത് ഇന്നലെ എല്ലാ ചാനലും അരമണിക്കൂർ ഇൻ്റർവ്യൂ എടുത്തു രാജീവ് ചന്ദ്രശേഖർ, എടുത്തല്ലോ. പിന്നെ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെ നടക്കുകയല്ലേ പുള്ളിയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മനസ്സിലാക്കണ്ടേ ഇയാൾ. പിന്നെ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? യുവാക്കളെ പൊളിറ്റിക്സിൽ എടുക്കുന്നില്ല, ടെക്നോക്രാറ്റിനെ എടുക്കുന്നില്ല, വിദ്യാഭ്യാസമുള്ളവരെ എടുക്കുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരെ എടുക്കുമ്പം ഉടനെ പാരമ്പര്യക്കാരെ എടുക്കുന്നില്ല. പാരമ്പര്യക്കാരെ എടുക്കുമ്പം പറയും വിദ്യാഭ്യാസമുള്ളവരെ എടുക്കുന്നില്ല. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് വിലയിരുത്താനും സമയമായിട്ടൊന്നുമില്ല. ഒരിക്കലും സന്ദീപ് വാര്യർ ഇതിനെതിരെ വർത്തമാനം പറയാനൊന്നും പോകരുത്. അയാൾ സ്വയം അപഹാസ്യത്തിനാവുകയാണ് ചെയ്യുന്നത്. അയാൾ വ്യക്തമായിട്ടൊന്നും പോകാൻ പാടില്ല. അയാൾ പൊളിറ്റിക്സിൽ നിന്ന് വർക്ക് ചെയ്യണം, ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യണം. ഇപ്പം തന്നെ സ്ഥാനം ഉടനെ തങ്ങളെ കാണാൻ പോയി, അയാൾ തങ്ങളെയൊക്കെ കാണാൻ പോയി, എന്തൊക്കെ ചെയ്തു പുള്ളിക്കാരൻ? വല്ല കാര്യമുണ്ടോ? അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിലെ അവിടെ തന്നെ ഇദ്ദേഹത്തെ ഉയർത്തുകയാണെങ്കിൽ അവിടെ ഒരു അംഗീകാരം കിട്ടുമോ? അതിൻ്റെ അകത്ത് തന്നെ ഗ്രൂപ്പും അത് പ്രയാസമാണെന്നേ. എവിടെ കൊടുക്കുന്നേ? വല്ല സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ചിലപ്പോൾ ജയിച്ചൊക്കെ വരുമായിരിക്കും. ഇപ്പം ഞാൻ ശശി തരൂരിൽ നിന്ന് ഇവിടെ നിന്ന് ജയിച്ചു, നമ്മൾ വേറെ ആംഗിൾ എടുക്കാം. സ്ഥിരമായിട്ട് ജയിക്കുന്നുണ്ടല്ലേ കൊടുക്കുന്നത്, തോറ്റുപോയെങ്കില അതോട് ശശി തരൂരിൻ്റെ രാഷ്ട്രീയം തീരുമായിരുന്നു. ആദ്യ പ്രാവശ്യം തോറ്റു എന്ന് വിചാരിക്കുക, ശശി തരൂരിൻ്റെ രാഷ്ട്രീയം തീരും. ഈ പുതുതായിട്ട് വന്നു കയറും. അതേസമയം പൊളിറ്റിക്സിൽ സ്ഥിരമായി നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് സംഘടന, വർഗ ബഹുജന സംഘടനകൾ, ഉപസംഘടനകൾ, അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടും നിൽക്കാൻ. ഇതല്ലാത്തവർക്ക് സ്പേസ് കിട്ടില്ല. അപ്പോൾ ഏതിൻ്റെങ്കിലുമൊക്കെ ചുമതല കൊടുത്തിരുന്നെങ്കിലും ഓക്കെ, അതും കൊണ്ട് നടക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും കൊടുത്തില്ലല്ലോ. വക്താവ് എന്ന് പറയുന്നത് എന്താണ് വക്താവ്? എന്ത് വക്താവ്? അതിനകത്ത് ഒരു കാര്യമില്ല. അപ്പോൾ ഇതേ ചുമ്മാ BJP തെറി പറയുക. ഞാൻ വ്യക്തിപരമായി പറയുന്നതല്ല, എനിക്ക് BJPക്ക് അനുകൂലമായ വർത്തമാനം പറയുന്നതോ സന്ദീപ് വാര്യർ വിരുദ്ധനായിട്ട് ഞാൻ പറയുന്നതല്ല. ഞാൻ സന്ദീപ് വാര്യർ തുടക്കം മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ABC തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറച്ചുകൂടി പക്വതയുള്ള ഒരു പൊളിറ്റീഷ്യനായി മാറണം. മനസ്സിലായില്ല? മീഡിയ ഹൈപ്പ് കണ്ടുകൊണ്ട്, ചാനൽ കണ്ടുകൊണ്ട് അതിൻ്റെ കുറ്റി കാണുമ്പോൾ അതിനനുസരിച്ച് വർത്തമാനം പറഞ്ഞാൽ പപ്പടായി പോകും. നിൽക്കാനേ പറ്റില്ല. പൊളിറ്റിക്സ് അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പക്വതയും പ്രായോഗിക ജ്ഞാനവും ഒരു ഇരുത്തം വന്നവർക്കുള്ളതാണ് പൊളിറ്റിക്സ്. അത് അവർ കയറി വരും. അവരിനെ എത്ര മാറ്റി നിർത്തില്ല അവർ കയറി വരും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ. ഒരു മീഡിയ ഹൈപ്പിൻ്റെ ആവശ്യമില്ല. സകല മീഡിയ എതിർത്തിട്ട് പിണറായി വിജയൻ എങ്ങനെയാണ് ഇത്രയും അപ്രമാദിത്വം നിൽക്കുന്നത്? നിങ്ങൾ ആലോചിക്കും. ഏതെങ്കിലും ഒരു മീഡിയ പിണറായി വിജയൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ചരിത്രം പരിശോധിക്കും. ഏതെങ്കിലും മീഡിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു മീഡിയ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പുള്ളി എതിർത്തിട്ടല്ലാതെ. പക്ഷെ പുള്ളി എങ്ങനെ ഇത്ര ഇടിച്ചു നിൽക്കുന്നു? അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു കരുത്തുണ്ട്. അതൊക്കെയാണ് പുതിയ ചെറുപ്പക്കാർ പഠിക്കേണ്ടത്. സന്ദീപ് വാര്യർക്ക് അതൊക്കെയാണ് പഠിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.